ഡേറ്റാ സയൻറ്റിസ്റ്റ് ഡെഫിനറ്റ്ലി ഒരു ഡേറ്റ അനലിസ്റ്റും കൂടെ ആയിരിക്കണം. നമ്മളിപ്പോൾ ഈ ഒരു ജോബ് റോളിലോട്ട് വരുമ്പോൾ നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് ഓഫ് സാലറി, നിങ്ങളുടെ സ്കില്ല് പോളിഷ് ചെയ്യാൻ തന്നെ നോക്കുക, മണി വിൽ ഫോളോ യു. സെൽഫ് ഡ്രൈവിംഗ് കാർസ് വരുന്നു, ന്യൂറാലിങ്ക് വരുന്നു, നമ്മുടെ തലച്ചോറിലൊരു ചിപ്പ് വെച്ചിട്ട് ഇന്ത്യയിലോട്ടൊക്കെ ടെസ്ല വരാനൊക്കെ എന്തായാലും കുറേ എല്ലാ കൺട്രീസിലും ടെസ്റ്റ് പാസ്സാവും, ഇവിടെ മാത്രം നടക്കില്ല. എന്താണ് ഡാറ്റ? നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടും എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ജോബിലേക്ക് എത്താൻ പറ്റുക ഒരു ഫ്രഷറിനാണ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു ഫ്രഷറിന് മിക്ക കമ്പനീസും ഫ്രഷറിന് ഡേറ്റ സയൻറ്റിസ്റ്റ് റോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണില്ല. അൺലെസ് നിങ്ങളൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് IIT അല്ലെങ്കിൽ ഒരു NIT, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് പോർട്ട്ഫോളിയോ വേണം. ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ലൈക്ക് ഒരു കോൺഫറൻസ് പേപ്പർ അല്ലെങ്കിൽ ഒരു കാഗൽ കോമ്പറ്റീഷൻ വിൻ ചെയ്യുക, ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് വിൻ ചെയ്തുള്ള അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ സുഖമായി നിങ്ങൾക്ക് ഒരു ജോബ് റോളിലോട്ട് എത്തിപ്പെടാം. ഓക്കെ. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. കമ്പനീസിൽ ഇൻറ്റേൺഷിപ്പ് കയറുക, എന്നിട്ട് അവിടെ നിന്ന് പ്രീ പ്ലേസ്മെൻറ്റ് വഴി കയറുക. അതല്ലെങ്കിൽ നിങ്ങൾ പാരലൽ ജോബ് റോൾസ് ലൈക്ക് വെബ് ഡെവലപ്പർ, പൈത്തൺ ഡെവലപ്പറിലോട്ട് കയറിയിട്ട് ഇന്റേണലി സ്വിച്ച് ചെയ്യാം. അതാണ് വേറൊരു ഓപ്ഷൻ. ഇപ്പോൾ സ്വിച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ഫീൽഡ് പറയുകയാണെങ്കിൽ ഞാൻ വെബ് ഡെവലപ്മെൻറ്റ് ഫീൽഡാണ്, അല്ലെങ്കിൽ മേൺസ്റ്റാക്ക് അങ്ങനെ ഒരു ഫീൽഡ് പറയാം. ആ ഫീൽഡിൽ നിന്ന് ഡാറ്റാ സയൻസിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ആ കരിയർ സ്വിച്ചിങ് എങ്ങനെയായിരിക്കും വരിക? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? പലർക്കും ഇത് താല്പര്യമുള്ളൊരു കാര്യമാണ്. ഇപ്പം വേറൊരു ഡൊമെയിനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡേറ്റാ സയൻസ് ഫീൽഡിലോട്ട് സ്വിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അവർക്കിപ്പോൾ എന്തോ ഞാൻ പറയുന്നത് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങൾ അപ്പ് സ്കില്ല് ചെയ്തുകൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, അത് ഡെഫിനറ്റ്ലി അത് വേണം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടീമിലെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു ഡേറ്റാ സയൻസ് പ്രോജക്റ്റ് നിങ്ങൾ ടേക്കപ്പ് ചെയ്യുക. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ്ലി നിങ്ങൾ ടേക്കപ്പ് ചെയ്യുക. മേ ബി നിങ്ങളുടെ മാനേജറിനെ കൺവിൻസ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങൾ എല്ലാവരും കൂടെ ഓക്കെ നമുക്ക് ഈ പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഒരു ഡേറ്റാ സയൻസ് പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്യുക, സച്ച് ദാറ്റ് നിങ്ങളുടെ ടീം പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റിയിൽ. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പം ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ പാനലിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇപ്പൊ നമ്മള് ഒരു ഫ്രഷർ എങ്ങനെ എൻ്റർ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? ഇപ്പം നമ്മളിപ്പം ഒരു 6 month അല്ലെങ്കിൽ ഒരു 10 month കോഴ്സ് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ആ ഒരു കോഴ്സിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ മെഷീൻ ലേണിംഗ് ഒക്കെ ആണെങ്കിലും ഒരു അൽഗോരിതം എടുക്കുക, ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഒരു മോഡലിന്റെ പെർഫോമൻസ് എത്രയാണെന്ന്, മാക്സിമം പെർഫോമൻസ് കിട്ടുന്ന മോഡൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇത്രയൊക്കെയാണ് നമ്മളൊരു കോഴ്സിലോട്ട് വരുമ്പോൾ പഠിച്ചു നിർത്തുന്നത്. സോ ഇത് നമ്മളൊരു ഫ്രഷറായിട്ട് ഒരു ജോലിക്ക് കയറി ഫസ്റ്റ് ചെല്ലുമ്പോൾ ഒരു റിയൽ ടൈം പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇതെങ്ങനെയാ, പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ എന്താണ് അവിടുത്തെ പ്രോഗ്രസ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ചലഞ്ചസ് വരുന്നത്. അതായത് ഒരു ഫ്രഷർ ഒരു കോർപ്പറേറ്റിൽ കയറുമ്പം, ജോബ് റോളിൽ കയറുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലേ, ഇത് പലതവണ കണ്ടിട്ടുണ്ട്. അതായത് ഒരാൾ പുതിയതായി കയറുമ്പം അവർ മേ ബി അക്കാഡമിക്കലി വളരെ സൗണ്ട് ആയിരിക്കാം, എന്നാലും അവരിങ്ങനെ ഒരു കോർപ്പറേറ്റിൽ ഒരു ജോബ് റോളിൽ കയറുമ്പം അവർ ടോട്ടലി കൺഫ്യൂസ്ഡും പാനിക്കും ആവുന്ന പലതവണ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ പിന്നെ വേറൊരു ഇതിൻ്റെ റീസൺ ഒന്ന് മൈൻഡ് സെറ്റ് ഡെഫിനറ്റ്ലി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അക്കാഡമിക്കൽ കാര്യത്തിന് വേണ്ടി ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന പോലെയല്ല ഇവിടെ ഒരുപാട് മണി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു സ്റ്റേക്ക് ഹോൾഡർ ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ടീമിനെ ഒരു പ്രോജക്റ്റിന് വേണ്ടി അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ അവരുടെ കയ്യിലൊരു പ്രോബ്ലം ഉണ്ടാവും, നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കണം. അവർക്ക് ഒരുപാട് കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതൊന്ന്, ഡേറ്റ കളക്ഷൻ ഒരുപാട് കോസ്റ്റ് വേണം, ഡേറ്റ സ്റ്റോറേജ്, പിന്നെ നമ്മുടെ മോഡൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്, പിന്നെ ഈ ഡെവലപ്പർ ടീമിൻ്റെ കോസ്റ്റ്, അങ്ങനെ പിന്നെ അവരുടെ ടൈം എഫേർട്ട്, അങ്ങനെ ഒരുപാട് കോസ്റ്റ് ആൻഡ് ടൈം ഇൻവോൾവ് ആണ്. അപ്പം തന്നെ ഈ ജോയിൻ ചെയ്യുന്ന ഈ ഫ്രഷറിനോ ഹൂഎവർ ഇറ്റ് ഈസ് ടോട്ടലി പാനിക് ആൻഡ് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഒന്നാമത്തെ റീസൺ ഇതാണ്. അവരപ്പം ഈ മണി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് കാരണം അവർ പാനിക് ആവുകയല്ല ചെയ്യേണ്ടത്, ഇൻസ്റ്റഡ് അവർ ഇച്ചിരി കൂടെ റെസ്പോൺസിബിൾ ആയാൽ മതി. ആ റെസ്പോൺസിബിലിറ്റിയാണ് ഈ മണി ഇൻവോൾവ്മെൻറ്റ് വഴി വരേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അവർ ടോട്ടലി എല്ലാം പഠിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എല്ലാ ടെക്സ്റ്റ് ബുക്കും വായിച്ച് കാണും, പല പ്രോജക്ട്സ് ചെയ്ത് കാണും, ഓക്കെ. പക്ഷെ ഇവിടെ ഇതൊരു റിയൽ പ്രോബ്ലമാണ്. ഒരു സ്റ്റേക്ക് ഹോൾഡർ എൻ്റെ കയ്യിലൊരു റിയൽ പ്രോബ്ലമാണ്.
അൺലൈക്ക് നമ്മൾ നോർമൽ ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ പ്രോജക്റ്റ് പോലെ ഒരു വെൽ ഡിഫൈൻഡ് പ്രോബ്ലം ആയിരിക്കില്ല ഇവിടെ. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം ഈ പ്രോബ്ലം തന്നെ വെൽ ഡിഫൈൻഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റേക്ക് ഹോൾഡറിൻ്റെ അടുത്ത് പലതവണ ബ്രെയിൻ സ്റ്റോം ചെയ്ത് അവരുടെ പ്രോബ്ലം എന്താണെന്ന് സോളിഡ് ആക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് തൊട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി അതിൻ്റെ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നതാണ് അടുത്തത്. നമ്മളിപ്പോൾ ഒരു അക്കാഡമിക്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഔട്ട്പുട്ട് ആയിരിക്കും ചിന്തിക്കുക. ഓക്കെ, നമുക്കൊരു നല്ല അക്യുറസി വേണം, നല്ല മോഡൽ വേണം, അങ്ങനെ. പക്ഷേ ഇവിടെ മോർ ദാൻ ഔട്ട്പുട്ട് യു ഷുഡ് തിങ്ക് അബൌട്ട് ദ ഔട്ട്കം. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മോഡൽ നന്നായി പെർഫോം ചെയ്യുന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഈ മോഡൽ ഈ ബിസിനസ്സിന് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, എത്രമാത്രം ഇംപ്രൂവ്മെൻറ്റ്, മോണിറ്ററി മാത്രമല്ല എഫേർട്ട് വൈസും അവരുടെ ബിസിനസ് എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ള ഔട്ട്കം കൂടെ നിങ്ങളിവിടെ ചിന്തിക്കണം. അതാണ് തിങ്ക് ആസ് എ ഡേറ്റ സയൻറ്റിസ്റ്റ്. അത് നിങ്ങളൊരു കോർപ്പറേറ്റിൽ വന്നിട്ട് എന്നല്ല, ഒരു റിയൽ പ്രോബ്ലത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സ്കില്ലാണ്. വിത്ത് പ്രാക്ടീസ് അത് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഈ ഡേറ്റ സയൻസ് എന്നുള്ള വേർഡിൻ്റെ കൂടെ തന്നെ കേൾക്കുന്ന ഒരു ടൈമാണ് ഡേറ്റ അനലിസ്റ്റ് എന്നുള്ളത്. ആക്ച്വലി ഇതിന് വേണ്ടുന്ന സെയിം സ്കിൽ സെറ്റ് തന്നെയാണോ? ഓക്കെ, ഈ ഡേറ്റ അനലിസ്റ്റും ഡേറ്റ സയൻറ്റിസ്റ്റും പലരും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. എന്തുവാന്ന് തന്നെ പലർക്കും അറിയില്ല. പലയിടത്തും നോക്കി ഇതിനൊരു കോംപ്ലക്സ് ഡെഫിനിഷൻസ് ഒക്കെ കാണും. പക്ഷെ സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് തൊട്ട് പ്രസൻറ്റ് വരെയുള്ള ഡേറ്റ അനലൈസ് ചെയ്യുക, അതിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്, പാസ്റ്റിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം തൊട്ട് ഇന്ന് വരെയുള്ള സെയിൽസ് ഒരു ബിസിനസ്സിൻ്റെ എത്രയാണെന്നുള്ളതായിരിക്കും ഡേറ്റ അനലിസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടാവുക. പക്ഷേ ഡേറ്റ സയൻറ്റിസ്റ്റ് ഫ്യൂച്ചറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർ പറയുന്നത് നെക്സ്റ്റ് ഇയറിൽ എത്രമാത്രം സെയിൽസ് ഉണ്ടാവുന്ന പ്രിഡിക്ഷൻ ആയിരിക്കും. അതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഒരാൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, എന്നാൽ ഡേറ്റ സയൻറ്റിസ്റ്റ് വരാൻ പോകുന്ന ഡേറ്റയെ പ്രഡിക്റ്റ് ചെയ്യുന്നു. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം തന്നെ ആ കോംപ്ലക്സിറ്റി മനസ്സിലാക്കി. ഡേറ്റ സയൻറ്റിസ്റ്റ് ഡെഫിനറ്റ്ലി ഒരു ഡേറ്റ അനലിസ്റ്റും കൂടെ ആയിരിക്കണം. സ്കില്ലെന്ന് പറയുകയാണെങ്കിൽ ഡേറ്റ അനലിസ്റ്റിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി എക്സൽ അറിഞ്ഞിരിക്കണം, സീക്വൽ, എന്തെങ്കിലും ഒരു ബേസിക് ലാംഗ്വേജ് ലൈക്ക് പൈത്തൺ, സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. ഡേറ്റ സയൻറ്റിസ്റ്റിന് ഡേറ്റ സയൻസ് മൊത്തം അറിയണം. കോഡിങ് മാത്രമല്ല, കോൺസെപ്റ്റ്സ് മാത്രമല്ല, ആൽഗറിതം മാത്രമല്ല, ക്രിട്ടിക്കൽ തിങ്കിങ് മാത്രമല്ല, അനലിറ്റിക്കൽ തിങ്കിങ് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സ്റ്റോറി ടെല്ലിംഗ് സ്കിൽ, കൺവിൻസിങ് ദ സ്റ്റേക്ക് ഹോൾഡർ, ഒരു ഓവറോൾ പാക്കേജ് ആയിരിക്കും ഡേറ്റ സയൻറ്റിസ്റ്റ്. ഞാൻ ആക്ച്വലി വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ഫ്രണ്ട് എൻഡിൽ കുറച്ച് പ്രൊജക്ട്സ് ചെയ്തു, അതിനുശേഷം കമ്പൈൻ ചെയ്ത് കുറച്ച് മിനി പ്രൊജക്ട്സ് ചെയ്തു, അതിനുശേഷം ഒരു ഇ-കൊമേഴ്സ് ചെയ്തു. ഇതൊക്കെ ഷോക്കേസ് ചെയ്തിട്ടാണ് ഞാനൊരു ജോബ് റോളിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു ഡേറ്റ സയൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കാം അതിൽ ഡേറ്റ സയൻറ്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നല്ലേ? ഡേറ്റ സയൻറ്റിസ്റ്റ് എന്നുള്ള ജോബ് പൊസിഷൻ എന്നല്ല, ഇൻ ജനറൽ തന്നെ ഞാൻ ഫസ്റ്റ് പറയാം, നിങ്ങൾ റെസ്യൂമേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ ഈ റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുമ്പം മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളൊരു വലിയൊരു ജേർണൽ പോലെ ആക്കാതെ ആവശ്യത്തിനുള്ള സ്കിൽസ് മാത്രം വെക്കുക, ആവശ്യത്തിനുള്ള പ്രോജക്ട്സ് മാത്രം വെക്കുക. നിങ്ങൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷന് അലൈൻ ചെയ്യുന്ന സ്കിൽസ് മാത്രം വെക്കുക. മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് ക്രിസ്പ്. ഞാൻ ചെയ്ത ടൈമിൽ ഞാൻ കുറേ സ്കിൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് എൻഡിൻ്റെ കുറേ ടൂൾസ് ഇത് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പ്രൊജക്ട്സ് ചെയ്തിട്ടുള്ള കൊച്ചു മിനി പ്രൊജക്ട്സ് എല്ലാം ജസ്റ്റ് CV-യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല പ്രാക്ടീസ് അല്ല? ഒരിക്കലല്ല. നിങ്ങൾക്ക് കാരണം ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതും ഇൻ്റർവ്യൂ പാനലും ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് അല്ലേ? അപ്പോൾ അവർക്ക് ഒരുപാട് റെസ്യൂമേ അവർ കാണുന്നുണ്ട്. അപ്പം ഒരുപാട് സ്കിൽസിൽ നിന്ന് വേണ്ട സ്കിൽസ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നതിലും ഒരു റെസ്യൂമിൽ അവർക്ക് ആവശ്യമുള്ള സ്കില്ല് കണ്ടു, അതെടുക്കാനായിരിക്കും അവർക്ക് ഇച്ചിരൂടെ എളുപ്പം. അപ്പം വേണ്ട സ്കിൽസ് ആ ജോബിന് വേണ്ട സ്കിൽസ് മാത്രം നിങ്ങൾ വെക്കുക. എന്നാൽ അത് ഷോർട്ടായിട്ട് വെക്കുക. നിങ്ങൾ ആവശ്യമുള്ള പ്രോജക്ട്സ് മാത്രം വെക്കുക. അതെ. ഇപ്പോൾ പ്രൊജക്ട്സ് വെക്കുന്ന കാര്യം പറഞ്ഞു റെസ്യൂമിൽ. അപ്പോൾ നമ്മൾ എത്രമാത്രം പ്രൊജക്ട്സ്, ഇപ്പോൾ 1-2 പ്രൊജക്ട്സ് ആഡ് ചെയ്യുന്നു, അതോ നമ്മൾ ചെയ്ത പ്രൊജക്ട്സുകളെല്ലാം ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് വെക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഒരു അക്കാഡമിക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ആവശ്യത്തിന് നിങ്ങളൊരു 10 പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആ 10 വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന പ്രോജക്ട്സ് മാത്രം വെക്കുക. ഓൾസോ നിങ്ങൾ റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം മാത്രം എഴുതുക. ചിലവർ എല്ലാം എഴുതുന്നതാണ്,
പക്ഷെ ചില ഇൻ്റർവ്യൂ ബോർഡ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഫുള്ളി ഓൺ യുവർ റെസ്യൂമേ ആയിരിക്കും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. റെസ്യൂമേ മാത്രമായിരിക്കും ചോദിക്കുക. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് റെസ്യൂമേൽ നിങ്ങൾ എന്ത് വെച്ചോ അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എന്തറിയാം മാത്രം റെസ്യൂമേൽ വെക്കുക. അത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യാം. അതാണ് റെസ്യൂമേനെ കുറിച്ച്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇൻ്റർവ്യൂ ബോർഡിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിപ്പം മിക്കവരും ഡേറ്റാ സയൻസ് കോഴ്സസ് എടുക്കുന്നുണ്ട്. ഒരുപാട് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഡേറ്റാ സയൻസിനെ കുറിച്ചൊക്കെ. അപ്പം ഈ ഇൻ്റർവ്യൂ ബോർഡിന് ഡിഫിക്കൾട്ടാണ് ദ റൈറ്റ് കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് എവ്രിബഡി ഈസ് എ ഡേറ്റാ സയൻറ്റിസ്റ്റ് നാവും. അപ്പം അവർ മോസ്റ്റ്ലി ഇപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരിക്കലും ഈ വാട്ട് ഇസ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ വാട്ട് ഇസ് റാൻഡം ഫോറസ്റ്റ് അങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഇൻസ്റ്റഡ് ഒരു ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ അവരൊരു യൂസ് കേസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം പറയും, അത് നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ നിങ്ങൾ എന്ത് പഠിക്കുന്നോ അത് നിങ്ങൾ നല്ല തറവായി പഠിക്കാൻ. വെറും മകപ്പ് ചെയ്തിട്ടൊരു കാര്യമില്ല ഇപ്പം ഇൻ്റർവ്യൂവിന്. കാരണം അവർ മിക്ക ഇൻ്റർവ്യൂ ബോർഡും കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അവർ യൂസ് കേസ് വരും, എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നാണ് ചോദിക്കുക. ആരും ഡെഫിനിഷൻസ് ഒന്നും ചോദിക്കില്ല. പിന്നെ പ്രോഗ്രാമിംഗ് റൗണ്ട് ഉണ്ടാവും, കോഡിംഗ് റൗണ്ട് ഉണ്ടാവും. മിക്ക കമ്പനീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാമെന്ന് പറയും. പൈത്തൺ അറിയുന്നവർക്ക് പൈത്തണിൽ കോഡ് ചെയ്യാം, സി അറിയുന്നവർക്ക് സിയിൽ കോഡ് ചെയ്യാം. മിക്കവരും അത് ഓപ്ഷനിലായി വിടും. ചിലവർ പൈത്തൺ സ്പെസിഫിക്കലി പറയും. പിന്നെ സീക്വൽ ചിലവർ ചോദിക്കും. പിന്നെ ചിലവർ ഡേറ്റ സ്ട്രക്ചേഴ്സും ചോദിക്കാറുണ്ട്. ഇപ്പം ഒരുപാട് കമ്പനീസ് ഇപ്പോൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ചോദിക്കും. ഈവൻ ദോ നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ഒന്നും അധികം അഗ്രസീവായി യൂസ് ചെയ്യില്ലെങ്കിലും അത് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ജോബ് റോളിലോട്ട് വരുമ്പോൾ നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് ഓഫ് സാലറി റേഞ്ച് എത്രയാണ് ഏകദേശം? ഓക്കെ, ഈ പാക്കേജ് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളൊരു ഫ്രഷർ ആണോ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങൾക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, പിന്നെ നിങ്ങളുടെ പ്രീവിയസ് കമ്പനി ഏതായിരുന്നു, നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ, നിങ്ങൾ ഏതെങ്കിലും പേപ്പർ ഉണ്ടോ, ഇങ്ങനെ പല ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നിങ്ങളുടെ കമ്പനി, അങ്ങനെ പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നിങ്ങളുടെ സ്കിൽ സെറ്റ് അങ്ങനെ. അപ്പം ഒരു റേഞ്ച് പറയാന്നുണ്ടെങ്കിൽ ഒരു 5 lakh തൊട്ടൊരു 50 lakh വരെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 50 lakh വരെ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ നെവർ ഗോ ബിഹൈൻഡ് മണി. നിങ്ങളുടെ സ്കില്ല് പോളിഷ് ചെയ്യാൻ തന്നെ നോക്കുക. മണി വിൽ ഫോളോ യു. അങ്ങനെ ആയിരിക്കണം മോട്ടോ എന്ന് ഞാൻ പറയും. സത്യത്തിൽ നമ്മൾ ഈ AI എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെന്ന് തോന്നുന്നു കൂടുതൽ ആൾക്കാരും കേട്ടു തുടങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു എലോൺ മസ്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ AI എന്ന് നമ്മളെല്ലാവരും കേൾക്കാനായിട്ട്. കാരണം സെൽഫ് ഡ്രൈവിങ് കാർസ് വരുന്നു, ന്യൂറാലിങ്ക് വരുന്നു, നമ്മുടെ തലച്ചോറിലൊരു ചിപ്പ് വെച്ചിട്ട് അങ്ങനത്തെ AI ടൂൾസ് വരുന്നു. ആക്ച്വലി ഈ AI എന്നുള്ളതൊരു പുതിയതാണ്. അതിനൊരു ഹിസ്റ്ററി ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു? ശരിയാണ്. ഇപ്പം ഈ AI എന്നുള്ള വേർഡ് നമ്മൾ പുതിയതായിട്ടാണ് കേട്ട് തുടങ്ങിയത്. അപ്പോൾ പലരുടെയും വിചാരം ഇതൊരു ന്യൂ ടെക്നോളജി ആണെന്നാണ് അല്ലേ. പക്ഷെ ഇതൊരു പുതിയ ടെക്നോളജി അല്ല. ഇത് 1950s തന്നെയുള്ള ഒരു ഐഡിയ ആണ്. 1950s ആലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞൊരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു. ആളുടെ പേപ്പറിൽ തന്നെ ഈ മെഷീനിന് ചിന്തിക്കാൻ പറ്റുമെന്നും മെഷീൻ ഇൻ്റലിജൻസ് പോസിബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ 1957 ഫ്രാങ്ക് റോസൻബ്ലാറ്റ് ആള് പെർസെപ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പെർസെപ്ട്രോൺ എന്ന് പറഞ്ഞ ഈ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഒരു മിനി വേർഷനാണ്. 1957 തന്നെ ആൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 1950s 1960s ഒരുപാട് AIൻ്റെ ഐഡിയാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സമയത്ത് AI പിന്നെ ഈ റിസർച്ചേഴ്സിനും ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു AIയിൽ. ആൻഡ് ഇതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആയത് കാരണം തന്നെ ഒരുപാട് കമ്പനീസും ഗവൺമെൻറ്റൊക്കെ ഒരുപാട് ഫണ്ടിങ്ങും കൊടുത്തിരുന്നു. പക്ഷേ ഇവർക്ക് റിസർച്ചേഴ്സിനൊന്നും ഒരു സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. നല്ല റിസൾട്ട്സ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. നോട്ട് ബിക്കോസ് ആൽഗറിതംസോ ഒന്നും മോശമായത് കാരണമായിരുന്നില്ല. ഓൺലി ബിക്കോസ് ആ സമയത്ത് ഡേറ്റ ആൻഡ് കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സിങ് കുറവായിരുന്നു. ആ സമയത്ത് ഡിജിറ്റലൈസേഷൻ ഒന്നും ഇല്ലല്ലോ. ഡേറ്റ ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് AIക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേറ്റയാണ് മെഷീൻ ലേണിങ്ങിന്. GPUs ഒന്നും വന്നിട്ടും ഇല്ല. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിസൾട്ട്സ് ഒന്നും ഉണ്ടാവാതിരുന്നത്. അപ്പം 1970s കൂടി തന്നെ ഈ ഇൻട്രസ്റ്റ് ഒക്കെ പോയി. ഓൾമോസ്റ്റ് ഈ ഗവൺമെൻറ്റൊക്കെ ഫണ്ടിങ് പിൻവലിക്കാൻ തുടങ്ങി. ഞാൻ മറ്റ് ടെക്നോളജീസ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, ടെലി കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള. അപ്പോൾ ഈ 1970s പറയുന്ന AI വിൻറ്റർ എന്നാണ് നമ്മൾ പറയുക. ഓൾമോസ്റ്റ് ഒക്കെ സെറ്റ് ബാക്ക് ആയിരുന്നു AIൻ്റെ.
പിന്നെ ഒരു 2000s അടുത്ത് ഇൻ്റർനെറ്റ് വന്നു തുടങ്ങി. അപ്പോൾ പിന്നെയും ഇൻ്റർനെറ്റ് വന്നു, ബിഗ് ഡേറ്റ റെവല്യൂഷൻ വന്നു, അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ GPU പ്രോസസ്സിങ്, ഇതൊക്കെയോടുകൂടി തന്നെ പിന്നെയും AI പതുക്കെ വന്നു തുടങ്ങി. പിന്നെ 2012 ഇമേജ് നെറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ ഇമേജ് നെറ്റ് എന്നുള്ള കോമ്പറ്റീഷനിൽ അലക്സ മോഡൽ ക്ലാസിഫിക്കേഷൻ ടാസ്ക് 85% അക്യുറസിയിൽ വിൻ ചെയ്തു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ AI ബൂമിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ പറയാം. പിന്നെ അതിനുശേഷം there was no looking back. അറിയാലോ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞെടുത്ത ടോപ്പിക്കിൽ നമ്മളിപ്പം ആ ഒരു ടെസ്ലയുടെ സെൽഫ് ഡ്രൈവിംഗ് കാർസ് പറഞ്ഞല്ലോ, അതിപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡിൽ വന്നവരാണ്. അപ്പം നമ്മൾ ഈ ഒരു ഡാറ്റാ സയൻസ് ഈ ഒരു കോഴ്സിന്റെ ഏതൊരു പോർഷനായിട്ട് വരും ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വർക്കിംഗ്? ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? സെൽഫ് ശരിയാണ്. ഇപ്പം സെൽഫ് ഡ്രൈവിംഗ് കാറൊക്കെ നല്ല ട്രെൻഡിങ് ആയിരിക്കുകയാണ്. പലർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക. ആക്ച്വലി ഈ സെൽഫ് ഡ്രൈവിംഗ് കാറിനൊരു ഇങ്ങനെയാണ് അതൊരു വർക്ക് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല. പലർക്കും അതൊരു സീക്രറ്റാണ്. പല കമ്പനീസിലും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നത് ടിൽ ദേ പബ്ലിഷ് ദെയർ പേപ്പേഴ്സ് ആൻഡ് വർക്ക്. ആൻഡ് പലർക്കും ഇതിൻ്റെ പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ജനറൽ ഇതൊരു അബ്സ്ട്രാക്റ്റ് ഐഡിയ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറയാം. ഇപ്പം ആദ്യം തന്നെ ഡേറ്റ കളക്ഷൻ ആയിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഈ സെൽഫ് ഡ്രൈവിംഗ് കാറിന് ചുറ്റുമുള്ള കംപ്ലീറ്റ് ഡേറ്റ കളക്ട് ചെയ്യണം ഫസ്റ്റ്. അത് മേ ബീറ്റ് ഇമേജ് ഡേറ്റ, സെൻസർ ഡേറ്റ, ലിഡാർ, റഡാർ, അങ്ങനെയുള്ള ഡേറ്റയൊക്കെ കളക്ട് ചെയ്യുക. പിന്നെ അത് ആൽഗരിതത്തിലോട്ട് കൊടുക്കുക. പല ആൽഗരിതംസ് ഉണ്ട്, പാരലലി വർക്ക് ചെയ്യും. ഒബ്ജക്റ്റ്, അതായത് ഇപ്പം ലെയിൻ ഡിറ്റക്ഷൻ, പെഡസ്ട്രൽ ഡിറ്റക്ഷൻ, വെഹിക്കിൾ ഡിറ്റക്ഷൻ, ട്രാഫിക് ലൈറ്റ് ഡിറ്റക്ഷൻ, മറ്റ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ, ഇങ്ങനെ പല ആൽഗരിതംസിലോട്ട് ഈ ഡേറ്റ കൊടുക്കും. ആൻഡ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പോസിബിൾ ആവും. ലൈക്ക് ലെയിൻ എവിടെയാണ് വരുന്നത്, ട്രാഫിക് ലൈറ്റ് എന്തുവാണ്, പച്ചയാണോ റെഡാണോ, പോകാൻ പറ്റുമോ ഇല്ലയോ, പെഡസ്ട്രിയൽ ഡിറ്റക്ഷൻ, വെഹിക്കിൾ ഡിറ്റക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് കറൻ്റ്ലി മറ്റ് വെഹിക്കിൾസ് എവിടെയാണ്, മറ്റ് പെഡസ്ട്രിയൽസ് ആളുകൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതൊക്കെ പ്രഡിക്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത ആൽഗരിതത്തിലോട്ട് പോകും. വിച്ച് ഈസ് എ ട്രജക്ടറി പ്രഡിക്ഷൻ ആൽഗരിതം. അതായത് നമുക്ക് നമ്മുടെ കയ്യിലിപ്പം വെഹിക്കിൾ എവിടെയാണ്, പെഡസ്ട്രിയൻസ് എവിടെയാണ് നമുക്കറിയാം. ബട്ട് ദ നെക്സ്റ്റ് മൊമെൻറ്റ് അവരെങ്ങോട്ട് പോകാനാണ് സാധ്യത എന്ന് പ്രഡിക്റ്റ് ചെയ്യാണ് ഈ ട്രജക്ടറി പ്രഡിക്ഷൻ ചെയ്യുക. ഇപ്പം നമ്മുടെ കയ്യിൽ എവിടെയാണ് കറൻ്റ്ലി ഉണ്ടതെന്ന് നമുക്കറിയാം, നെക്സ്റ്റ് മൊമെൻറ്റിൽ എങ്ങോട്ട് പോകുമെന്ന് നമുക്കറിയാം. ഇനി അടുത്ത ആൽഗരിതമാണ് മോഷൻ പ്ലാനിങ് ആൽഗരിതം. അതായത് ഇതൊക്കെ ഗിവൺ ഇത്രയും ഇൻപുട്സ്, ഏത് ഡിറക്ഷനിലോട്ടാണ് നമ്മുടെ കാറ് പോകേണ്ടത്, എത്ര സ്പീഡിലാണ് നമ്മളുടെ കാറ് പോകേണ്ടത് ടു അവോയ്ഡ് കൊലീഷൻ, അതാണ് മോഷൻ പ്ലാനിങ്. ഈ മോഷൻ പ്ലാനിങ് എന്തായിരിക്കും ഔട്ട്പുട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പോകേണ്ട ആംഗിൾ, സ്പീഡ്, ഇതൊക്കെ ആയിരിക്കും പ്രഡിക്റ്റ് ചെയ്യാം. ഇത് കിട്ടിയാൽ നമുക്ക് ഹാർഡ്വെയറിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഏത് സ്റ്റിയറിംഗ് ആംഗിളാണ്, എത്ര ആക്സലറേറ്റർ നമ്മൾ കൊടുക്കണം, അങ്ങനെ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ടെസ്ലയൊക്കെ പാലാരിവട്ടത്തൊക്കെ ഇറക്കിയിട്ട എന്തായിരിക്കും അല്ലേ, ഇൻ കേസ് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞാലായി, ഓട്ടോക്കാരൊക്കെ ഇതുവഴിയോ പോകുന്നു, ടെസ്ല ഇതുവഴി പോവും. ഇന്ത്യയിലോട്ടൊക്കെ ടെസ്ല വരാനൊക്കെ എന്തായാലും കുറെ സക്സസ് ആവാൻ ടൈം, എല്ലാ കൺട്രീസിലും ടെസ്റ്റ് പാസ്സാവും, ഇവിടെ മാത്രം നടക്കൂല. അതെ, എങ്ങോട്ടൊക്കെ ഇൻഡിക്കേറ്റർ ഇട്ട് പോയാൽ ഹ്യൂമൻസ് ആണെങ്കിൽ തന്നെ ഇങ്ങോട്ട് പോകും, സീബ്രയിലേക്കോട്ട് ക്രോസ് ചെയ്യണം, അങ്ങനെ ഒരു കാര്യം നമുക്ക് ഇവിടെ വരുന്നില്ല. പാലാരിവട്ടം പ്രത്യേകം എടുത്ത് പഠിപ്പിക്കേണ്ടി വരും നമ്മുടെ ടെസ്ലേനെ, കോർണർ കേസ് ആയിട്ട്. അതെ അതെ. ഇപ്പൊ നമ്മൾ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എന്താണ് ഡാറ്റ എന്താണ്? ഡേറ്റ ശരിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വേർഡും ഡേറ്റ തന്നെയാണ് അല്ലേ. പലർക്കും ഡേറ്റ എന്താണെന്ന് ഒരു ക്ലിയർ ആയിട്ട് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഡേറ്റ എന്ന് പറയാം. എന്തും ആയിക്കോട്ടെ, ഇമേജ് ഡേറ്റ ആവാം, നമുക്കൊരു ഫയലിൽ ഒരു സ്പ്രെഡ്ഷീറ്റിൽ കിട്ടുന്ന ഇൻഫർമേഷൻ, അതൊരു ഡേറ്റയാണ്, മെറ്റാ ഡേറ്റ, പിന്നെ ലോഗ്സ്, അങ്ങനെ സെൻസർ ഡേറ്റ, ഇതൊക്കെ എന്ത് ഇൻഫർമേഷൻ നമ്മൾ ഡേറ്റ എന്ന് പറയും. റോ ഇൻഫർമേഷനാണ് ഡേറ്റ. പക്ഷേ നമ്മളെല്ലാവരും പറയും ഓക്കെ മോഡൽ നമ്മൾ ഡേറ്റ കൊടുക്കുന്നു, പക്ഷേ ആക്ച്വലി നമ്മൾ മോഡലിന് ഡേറ്റ അല്ല കൊടുക്കുക. ഈ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേണ്ടാത്ത ഇൻഫർമേഷൻ ഉണ്ടാവും, റോ ഇൻഫർമേഷനാണ്. ഈ ഡേറ്റയിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം, അതിനാണ് ഫീച്ചേഴ്സ് എന്ന് പറയുക. ഈ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ മോഡലിന് കൊടുക്കുക. മനസ്സിലായില്ലേ?
സോ നമ്മൾ ഇത്രയും നേരം AI പറ്റി സംസാരിച്ചു, ഡാറ്റാ സയൻസിനെ പറ്റി സംസാരിച്ചു, എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിച്ചു, ഹിസ്റ്ററിനെ പറ്റി സംസാരിച്ചു. സോ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. സോ താങ്ക് യു നിവേദ്യ ഫോർ ദ ടൈം വിത്ത് us, and see you in the next video. Until then, bye bye. Thank you. Bye.